ബിസ്മി ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണേ വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗ് ഒക്കെ പറയാം കേട്ടോ. കുറേ ആയില്ലേ കുക്കിംഗ് ഒക്കെ കാണിച്ചിട്ട്. പ്രത്യേകിച്ച് ആർക്കും അറിയാത്ത റെസിപ്പി ഒന്നുമല്ല. ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു ആണ് കേട്ടോ. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ബീഫിൻ്റെ ഒരു മസാല കറിയും അതേപോലെ ഗീ റൈസും ആണ് കേട്ടോ. ഗീ റൈസ് നമ്മൾ റൈസ് കുക്കറിൽ സെറാമിക് പോട്ടിലാണ് വെക്കുന്നത്. ഇതെടുത്ത് പറയാൻ കാരണം ഞാൻ കുറച്ച് മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ ഗീ റൈസ് സെറാമിക് പോട്ടിൽ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്നത് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരുപാട് കമൻസ് കൂടെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോസ് കൂടെ ഞാനതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇന്നിപ്പോൾ ആ റെസിപ്പി ആയതുകൊണ്ട്. അപ്പോൾ ഇതാ ബീഫ് മുറിച്ച് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഞാൻ ബീഫ് മുറിച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ ബീഫ് ഉണ്ടെങ്കിൽ അത് 1/2 കിലോ ആയി മാറും കേട്ടോ. അത് കണ്ടില്ലേ, ഒരുപാട് നെയ്യും ഫാറ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പല പാർട്സുകളാണ്, എനിക്കതൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ വൃത്തിയുള്ള പീസുകൾ മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഒഴിവാക്കും. എനിക്ക് പേടിയാണ് കേട്ടോ അത് കൊടുക്കാൻ, ഭയങ്കര നെയ്യല്ലേ. ഒന്നാമത് ബീഫാണ്, രണ്ടാമത് അങ്ങനത്തെ കൂടുതൽ ഫാറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ അതൊക്കെ ഒഴിവാക്കും കേട്ടോ. ഞാൻ മീൻ നന്നാക്കിയാലും ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഗീ റൈസിനുള്ള റൈസ് അളന്നെടുക്കുക കേട്ടോ. ഈ ഒരു കപ്പിൽ 1.5 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. ഗീ റൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. പക്ഷേ റൈസ് കുക്കറിൽ ചെയ്യുന്നതുകൊണ്ടും സെറാമിക് പോട്ടിനോട് ചെയ്യുന്നതുകൊണ്ടുമാണ് ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ റൈസ് കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നേരെ ഡബിൾ വെള്ളമാണ് നമ്മൾ എടുക്കുക കേട്ടോ. നമ്മൾ കുക്കറിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചല്ലേ വെള്ളം എടുക്കുക. ഇത് 1.5 കപ്പിന് 3 കപ്പ് തന്നെ വെള്ളം എടുക്കും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്തും കിട്ടും, പക്ഷേ ഒട്ടാതെ നല്ല വേറിട്ട് നിൽക്കുന്ന റൈസായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് കാണാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ചില ആൾക്കാർക്കൊക്കെ, പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ റൈസൊക്കെ നല്ലോണം വേവണം. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ വെന്തുടഞ്ഞു പോവില്ല, നല്ല സോഫ്റ്റായിട്ട് വെന്തും കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത ഈ ഒരു പോട്ടിലുണ്ടല്ലോ, നോൾട്ടൻ്റെ ആ ഒരു പോട്ടിലാണ് ചെയ്യണത്. ആ ഒരു പോട്ടിൽ ചെയ്തപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. ആ ഒരു പോട്ട് ഗ്യാസിൽ വെക്കാൻ പറ്റുമോ, പൊട്ടിപ്പോവില്ലേ എന്നൊക്കെ കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മൺചട്ടികളും പൊട്ടുന്ന ചട്ടികൾ തന്നെയല്ലേ. പിന്നെ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, സെറാമിക്കിൻ്റെ പോട്ടിൽ കുക്ക് ചെയ്യരുത്, ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെ കേട്ടോ. അതൊന്നുമില്ല കേട്ടോ. ചൈന ക്ലേ ആണ് സെറാമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലാതെ നമ്മളെ മൺചട്ടിയും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. രണ്ടും നല്ലതാണ്. പണ്ടേ നമ്മൾ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ അങ്ങനെ ഇല്ല എന്ന് മാത്രം. ഇപ്പോൾ പൊട്ടുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ റൈസിനും അതേപോലെ തന്നെ ബീഫ് ഉണ്ടാക്കാനും ഒരുമിച്ച് തന്നെ കുക്കറും പോട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്ന ഇതാ കൊണ്ട് പറഞ്ഞ പോലെ വെളിച്ചെണ്ണയിലാട്ടോ. നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം. ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടി ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ബീഫായ കാരണം എനിക്ക് തോന്നി വെളിച്ചെണ്ണ മതിയെന്ന്, കൂടുതൽ ഫാറ്റ് വേണ്ടാന്ന് കരുതിയിട്ടാട്ടോ. ഞാൻ കഴിക്കൂല കേട്ടോ ബീഫ്. പക്ഷേ നമുക്ക് കുട്ടികൾക്കും ഇവിടെ കുഞ്ഞാവട്ടിക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ. കുഞ്ഞാവട്ടി ആരാന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ. എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കുഞ്ഞാവട്ടി എന്നാണ് വിളിക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വ്ളോഗിലൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കാക്ക കാക്ക എന്ന് പറയാറുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും കാക്കാന്ന് മൂപ്പരെ വിളിച്ചിട്ടില്ല കേട്ടോ. കുഞ്ഞാവട്ടി എന്നാണ് വിളിക്കുക. പക്ഷേ ഇപ്പം ഇന്നെ അങ്ങനെ കളിയാക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുഞ്ഞാവട്ടി എന്ന് തന്നെ പറയാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഗീ റൈസൊക്കെയുള്ള സവാള കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു സവാള എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഈ സവാള ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാലയും. ഗീ റൈസിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പിന്നെ ഞാനിത് പ്രത്യേകിച്ച് കാണിച്ചത് ഈ ഒരു പോട്ടിൽ കുക്ക് ചെയ്യുന്നത് കാണിക്കാമെന്ന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ. അത്രയും സംശയങ്ങൾ വരുന്നു. അപ്പോൾ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെറാമിക് പോട്ടില്ല റൈസ് കുക്കറിൽ ഇറക്കി വെക്കാനെന്നുണ്ടെങ്കിൽ നല്ലൊരു മണ്ണിൻ്റെ ചോറ് വെക്കാൻ പറ്റിയ ടൈപ്പ് പാത്രം ഉണ്ടല്ലോ, നല്ല ഇതേപോലത്തെ ഷേപ്പൊക്കെ ഉള്ളൊരു പാത്രം, വായുവട്ടം കൂടിയ പാത്രം. അത് നിങ്ങളെ റൈസ് കുക്കർക്ക് പാകാവുന്ന നോക്കി വാങ്ങിയാൽ അത് യൂസ് ചെയ്യാം കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രങ്ങൾ മാത്രമേ റൈസ് കുക്കറിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. നല്ലൊരു മണ്ണിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇറക്കി വെച്ചിട്ട് തേങ്ങാച്ചോറോ നെയ്ച്ചോറൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറയണേ. അപ്പോൾ ഞാൻ ഗരം മസാലേൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാനുള്ളതല്ല, ഗസ്റ്റ് ഒന്നും വരാനില്ലല്ലോ. അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് വൈകിട്ടാണ് എടുക്കാൻ. മേലെ നോക്കിയപ്പോൾ
ആക്കി വെച്ചത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് വെച്ചത് എടുത്തിട്ടപ്പോക്കിന് ഉള്ളി ഒരു 2 പീസ് ഒന്ന് കരിഞ്ഞോ എന്നൊരു സംശയം. കുഴപ്പമില്ല കേട്ടോ, എടുത്ത് ഒഴിവാക്കാൻ മാത്രമൊന്നുമില്ല. ആ കാണുന്ന ഒരു പീസേ കരിഞ്ഞിട്ടുള്ളൂ, അതതിൽ കിടന്നോട്ടെ. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് വല്ലാണ്ട് മൂക്കൊന്നും വേണ്ട ഈ റൈസിന്. ഇതിപ്പോൾ ഞാൻ ഗരം മസാല എടുത്തപ്പോക്കിന് കുറച്ച് മൂപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ കെറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്, നേരെ ഡബിൾ തന്നെ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് തന്നെ വെള്ളം എടുക്കുന്നുണ്ട്. ഞാനിത് പ്രത്യേകിച്ച് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ഇരട്ടി എടുത്താലും വേവ് കൂടുതലാവേ, വെന്തീൻ്റെ ശേഷം പിന്നെ കൂടുതലായിട്ട് വേവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും റൈസ് കുക്കറിൽ ഉണ്ടാവില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ റൈസ് കുക്കറിൽ നെയ്ച്ചോറ് വെക്കാൻ നിൽക്കുന്നത് ബിഗിനേഴ്സിന് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വേവ് നോക്കാനും ഒക്കെ മെനക്കെടാൻ നിൽക്കണ്ട. അത് തിളപ്പിച്ചതിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ എടുത്താലും ഇനി 10 മണിക്കൂർ കഴിഞ്ഞാലും വേവ് കൂടില്ല, എന്താ വേറെയുള്ള പ്രശ്നങ്ങൾ അടി പിടിക്കുക, വേവ് കുറഞ്ഞു പോവുക, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ റൈസ് കുക്കർ ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമായിരിക്കും, ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും എല്ലാവരും ഹൗസ് വാമിങ് ആകുമ്പോൾ ഒന്ന് വാങ്ങി വെക്കും. പിന്നെ ഇതാ റൈസ് ഞാൻ കൂടുതൽ സമയം വെള്ളത്തിലിട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ആ റൈസ് അളന്ന് കഴുകാനിട്ട് പോട്ട് വെച്ചു, അത്രയും ടൈമേ ആയിട്ടുള്ളൂ. ഏറിയാൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെള്ളത്തിൽ കിടന്നിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. കഴുകി വെള്ളം വാർത്തിട്ട് എടുക്കുന്നുണ്ട്. ഇതാ ഈ റൈസും ഭയങ്കരമായിട്ട് വെള്ളം വാർന്നിട്ടൊന്നുമില്ല കേട്ടോ, എന്നാലും വേവ് കൂടെ ഒന്നും ചെയ്യൂല. നിങ്ങൾക്കിത് ഞാൻ തുറക്കുമ്പോൾ കാണാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇടുന്നത് കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട്, അതാണ് എടുത്ത് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കാം കേട്ടോ. മൂടി കൊടുക്കുക, നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് ഉണ്ടാക്കാം. ബീഫിൽ അധികം മസാലകളൊന്നും ഇല്ലാത്ത ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന റെസിപ്പിയൊക്കെ തന്നെ ആയിരിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. വലുതല്ല, ഭയങ്കര വലുതല്ല, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. നൈസാക്കി കട്ട് ചെയ്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ ആവാൻ ശ്രദ്ധിക്കണം കേട്ടോ. ആ സമയം കൊണ്ട് ഒരു 3 മീഡിയം സൈസ് തക്കാളി, മീഡിയം സൈസും അല്ല, കുഞ്ഞതിനേക്കാളും കുറച്ചൊരു വലിപ്പമുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. 2 വലിയ തക്കാളീൻ്റെ വലിപ്പമേ ഉള്ളൂ, 3 കൂടെ. അത് ഒരു 3 തക്കാളി, ഒരു 3 പച്ചമുളക്, 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇതിൽ കാര്യമായിട്ട് മസാല പൊടികളൊന്നും കാര്യമായിട്ട് ചേർക്കണില്ല കേട്ടോ. കുറച്ച് മല്ലി മാത്രമാണ് ചേർക്കുക. മുളകും കുരുമുളകുമാണ് ഇതിൽ എരിവിന് വേണ്ടിയിട്ട് ഉള്ളത് കേട്ടോ. നിങ്ങളൊക്കെ ചെയ്ത് നോക്കുന്ന റെസിപ്പി തന്നെ ആയിരിക്കും ഇത്. പൊറോട്ടയ്ക്ക്, ചപ്പാത്തിക്ക്, ഈ ഗീ റൈസൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 3/4 ടീസ്പൂണ്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി കേട്ടോ. നിങ്ങൾ എരിവിൻ്റെ ആവശ്യത്തിനിടുക. ഞാനിപ്പോൾ 3 ടീസ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നല്ല എരിവുള്ള കുരുമുളകാണ് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് തികച്ച് വേണ്ട കേട്ടോ. ഞാൻ മഞ്ഞൾ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ, നിങ്ങൾ ഇതുപോലെ ചേർക്കുക. പിന്നെ ഇതാ 1 ടീസ്പൂണ് മാത്രം മല്ലിപ്പൊടി. മല്ലീൻ്റെ പൊടി ഇട്ടു എന്ന് പറയാൻ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ, തീർന്നിട്ടുമുണ്ട്. അതുകൊണ്ടല്ല, 1 ടീസ്പൂണ് മാത്രം ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ, അതുകൊണ്ടല്ല ഇടാത്തത്. 1 ടീസ്പൂണ് മാത്രമാണ് ഈ റെസിപ്പിക്ക് ഇടുക കേട്ടോ. നല്ലോണം ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇറച്ചിയിട്ടിട്ട് ഒറ്റ വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം നല്ലോണം അങ്ങ് കുറച്ച് വെക്കാം. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്തിട്ട് സ്റ്റീമൊക്കെ പോയതിൻ്റെ ശേഷം തുറക്കാം കേട്ടോ. അപ്പോൾ വേവ് പാകമായിരിക്കും, വല്ലാണ്ട് ഉടഞ്ഞു പോവാത്ത നല്ല പാകത്തിനുള്ള വേവായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. ഇതേ റെസിപ്പിയിൽ ഞാൻ മട്ടൺ ചെയ്യാറുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ എക്സ്ട്രാ ചെറിയ ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതിലിപ്പോൾ ബീഫായ കാരണം ചെറിയ ജീരകമൊന്നും ചേർത്തിട്ടില്ല. ഗരം മസാലയും ഈ പച്ച മസാലകൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ, ഒരു പൊടി പോലും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഇറച്ചി കഴുകി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇറച്ചിയിലും കാര്യമായിട്ട് വെള്ളമില്ല. ഒറ്റ വിസിലടിക്കുക, പിന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക കേട്ടോ. കറി തുറക്കുമ്പോൾ അത്യാവശ്യത്തിന് വെള്ളം ഇതിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കറിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പത്തിരിക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ
ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച കറിയായിട്ട് മാറും കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതും നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെയും ട്രൈ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് വേവിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വിസിലടിക്കട്ടെ. ഇതാ നമ്മളെ റൈസ് നല്ലോണം തിളച്ചിട്ടുണ്ട്, ആവി പൊങ്ങണത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് നല്ല നനഞ്ഞ തുണി കൂട്ടി പിടിക്കേ പറ്റുള്ളൂ കേട്ടോ. നല്ല ചൂടായിരിക്കും ഈ പോട്ട്. ഇത് നമ്മളിവിടെ ഇറക്കി വെച്ചിട്ട് പിന്നെ എടുത്ത് ഉപയോഗിച്ച് പിന്നെ വൈകുന്നേരം രാത്രിയൊക്കെ അതേ പോട്ടോട് കൂടെ ഇരിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ചൂടുണ്ടാവുന്നത്. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതാ ജസ്റ്റ് ഈ തെർമൽ കുക്കർക്ക് ഇറക്കി വെക്കുക, മൂടി വെക്കുക കേട്ടോ. ഇനി 3/4 മണിക്കൂർ കഴിഞ്ഞ് തുറന്നാൽ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ സെറാമിക് പോട്ടില്ലെങ്കിൽ മൺചട്ടി ഈ ഒരു റൈസ് കുക്കറിൽ ഇറങ്ങുന്ന ടൈപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ഗീ റൈസോ അല്ലെങ്കിൽ തേങ്ങാച്ചോറോ കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. മൺചട്ടിയിലാവുമ്പോൾ ഗീ റൈസിന് നിങ്ങൾക്ക് ഉള്ളി വാട്ടാനായിട്ട് പേടിയുണ്ടെങ്കിൽ വെള്ളത്തിക്ക് ഉള്ളി വാട്ടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇതാ ബീഫ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് വന്നതാട്ടോ കിച്ചണിക്ക്. രണ്ടാമത് ബീഫ് ഇതാ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിനി കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി പൂട്ടൊന്ന് മാറ്റാം കേട്ടോ. അത് കുക്കറിൽ കുറച്ചേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇറച്ചിൻ്റെ പൊതിൻ്റെ വലിപ്പം കണ്ടപ്പോൾ ഞാൻ വലിയ കുക്കർ എടുത്തതാണ്. പക്ഷേ ഞാൻ മുറിച്ച് വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നേർപ്പം ആദ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രം കുറച്ച് സൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈസ് മാറ്റി ചെറിയ പോട്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഓവനിൽ വെക്കാനും ഹോബിൽ വെക്കാനും സെർവ് ചെയ്യാനും ഒക്കെ കൂടെ പറ്റിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ട സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് കൂടെ പറയണം കേട്ടോ. കുറേ ആയില്ലേ റെസിപ്പി കാണിച്ചിട്ട്, കുക്ക് ചെയ്യുന്ന കാണിച്ചിട്ട് കുറേ ആയില്ലേ. ഇനിയിപ്പോൾ ഗീ റൈസ് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. തുറക്കുമ്പോഴും നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂട് നിൽക്കും. നല്ല നിങ്ങൾക്ക് റൈസ് കണ്ടാൽ തന്നെ അറിയാം, ഞാൻ ഡബിൾ വെള്ളം ചേർത്തിട്ടുണ്ട്. പക്ഷേ ആ വെള്ളത്തിൻ്റെതായിട്ടുള്ള കുഴച്ചിലൊന്നുമില്ല, പക്ഷെ നല്ലോണം വേവും ചെയ്യും കേട്ടോ. നമ്മളെ വീട്ടിൽ ഞാൻ വെറുതെ പറഞ്ഞല്ല, പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. എന്നാൽ വെന്ത് കുഴഞ്ഞു പോകില്ല. അങ്ങനത്തെ ഒരു പരിപാടി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് എത്ര സമയം ഈ റൈസ് കുക്കർ തുറക്കാതിരുന്നാലും ഈ ഒരു ലെവലിൽ വേവിൽ അവിടെ നിൽക്കും. അതിൽ കൂടുതലായിട്ട് വേവ് ഒന്നും ചെയ്യില്ല. അതാ ഞാൻ പറഞ്ഞത്, ബിഗിനേഴ്സിന് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമ്മൾ പുതുതായിട്ട് കല്യാണം കഴിച്ച് പോണ മക്കൾക്കൊക്കെ റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. അതേപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഞാനിങ്ങനെ ചെയ്ത് നോക്കിയത് തന്നെ എൻ്റെ മോന് പുറത്ത് പഠിക്കണ സമയത്താണ് കേട്ടോ. അവൻ സ്കോട്ട്ലാൻഡിലായിരുന്നല്ലോ പഠിച്ചിരുന്നത്. അപ്പോൾ അവന് തനിച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ റെസിപ്പി ചെയ്ത് നോക്കി, ഇങ്ങനെ റൈസ് കുക്കറിൽ ഗീ റൈസ് വെച്ച് നോക്കിയത് തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ബീഫ് ഒന്ന് പാത്രം മാറ്റണം. പിന്നെ ഒരു സാലഡും ഉണ്ടാക്കണം കേട്ടോ. ഒരു ഉള്ളിയും തൈരും കൂടെ ഉള്ള ഒരു സാലഡ്. ഈ പോട്ടിലാവുമ്പോൾ നമുക്കത് ചൂടാക്കാനും ഹോബിക്ക് വെക്കാനും പറ്റും. നേരത്തെ സെറാമിക് പോട്ടിനെ കൊണ്ട് പറഞ്ഞ പോലെ നമുക്ക് ഹോബിൽ ഫ്ലെയിമിൽ വെക്കാം, പിന്നെ ഓവനിൽ വെക്കാനായിട്ട് പറ്റും. സെർവ് ചെയ്യാനും നല്ലൊരു പാത്രമാണ്. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ വേണ്ടല്ലോ. അപ്പോൾ പറയാൻ വിട്ടുപോയി കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അതാത് സമയത്ത് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ്. റെസിപ്പിയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും ഓരോരുത്തരുടേതായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഓരോരുത്തരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക കയ്യൊപ്പ് ഓരോരുത്തരുടെ റെസിപ്പിയിലും ഉണ്ടാവും. ഒരേ റെസിപ്പി ആണെങ്കിലും ചെയ്യുന്ന രീതിയിലുണ്ടാവും. അപ്പം എന്തെങ്കിലുമൊക്കെ ടിപ്സോ ട്രിക്സോ ഒക്കെ കിട്ടാതിരിക്കൂലല്ലോ. ഇനിയിപ്പോൾ തൈരും ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒരു സാലഡ് ഉണ്ടാക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. പപ്പടം പറയണമെന്ന് വിചാരിച്ചിരുന്നു, മറന്നുപോയി. പപ്പടം അങ്ങനെ കൊണ്ടുവന്ന് വെക്കാറില്ല കേട്ടോ. പപ്പടം ഞാൻ അങ്ങനെ മക്കൾക്ക് കൊടുക്കാറില്ല, എനിക്ക് അങ്ങനെ ഹെൽത്തി ആയിട്ട് തോന്നാറില്ല. പക്ഷേ ചില റെസിപ്പിക്ക് പപ്പടം ഭയങ്കര ഒരു കോമ്പിനേഷനാണ് താനും. നമ്മൾ തേങ്ങാച്ചോറോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ സത്യത്തിൽ ഇന്ന് ഞാൻ പപ്പടം മറന്നു പോയതാണ്. എപ്പോഴെങ്കിലുമൊക്കെ പപ്പടം യൂസ് ചെയ്യുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര മടിയത് കുട്ടികൾക്ക് കൊടുക്കാൻ. ഹൈജീനിക് അല്ല, ഹെൽത്തി അല്ല എന്നൊക്കെ തോന്നും. അപ്പം ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. എൻ്റെ മൂത്ത മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു പപ്പടം. അവന് കണ്ടമാനം കഴിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പപ്പടം കൊണ്ടുള്ള നിർത്തിയത്. ഹെൽത്തി ഇല്ലാത്ത സാധനം കുട്ടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ.
അങ്ങനെയാണ് ഞങ്ങൾ അത് നിർത്തിയത് കേട്ടോ. ഇന്നിപ്പോൾ ഈ റെസിപ്പിക്ക് പപ്പടം നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പോൾ അതാ സാലഡും റെഡിയാക്കി. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്നവരെയും അസ്സലാമു അലൈക്കും, ബൈ.